ഗായ്സ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. ഇപ്പോൾ സമയം 10 പോകുന്നുണ്ട്, രാത്രിയാണ്. ഇറ്റ്സ് 10 PM ആൻഡ് ഇന്നൊരു സാറ്റർഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് ബോറടിച്ചു. ഉച്ചയ്ക്കൊക്കെ ഒന്നും ചെയ്യാനില്ല, പിന്നെ ജസ്റ്റ് പുറത്തൊക്കെ പോയി ചായ കുടിച്ചിട്ട് വന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ എവിടോട്ടെങ്കിലും നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ മറീന ബീച്ചിൽ പോകാം എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ ഇട്ടേക്കുന്നത്. എനിക്കറിയില്ല അവിടെ തന്നെ ആയിരിക്കുമോ നമ്മൾ പോകുന്നതെന്നൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരിക്കാം ലൈക്ക് ടു ക്യാപ്ചർ. ജസ്റ്റ് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ എടുത്ത് വെച്ചേക്കാം. ഇൻ കേസ് ക്യാപ്ചർ ചെയ്യാൻ നല്ലതുപോലെ ഉണ്ടെങ്കിൽ ക്യാപ്ചർ ചെയ്യാം. അതല്ല ജസ്റ്റ് പ്ലെയിൻ ആണ് എങ്കിൽ ദിസ് വോണ്ട് ബി ഇൻ ടു യൂട്യൂബ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു സ്റ്റാർട്ടിങ് എടുത്ത് വെച്ചേക്കാം, ചിലപ്പോൾ കിട്ടിയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ റെഡിയായിട്ട് നിൽക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് നിന്നു. ആളെ ഫ്രണ്ടിനെ എന്തോ ഡ്രോപ്പ് ചെയ്യാൻ പോയിക്കാണ്. അപ്പോൾ വന്നതിന് ശേഷം വിൽ ഗോ ടു മറീന എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്ലാൻ. പക്ഷേ മറീന തന്നെയാണോ അതോ ഇൻ ബിറ്റ്വീനിൽ വേറെ എവിടെയെങ്കിലും കയറുമോ ഇതൊന്നും അറിയത്തില്ല. സോ ലെറ്റ്സ് സീ. നമ്മൾ വെയിറ്റിങ്ങിലാണ്. പക്ഷേ എൻ്റെ ഒരു ചിന്തയിൽ നമുക്കൊരു എക്സ്ട്രാ ഡ്രസ്സ് എടുത്ത് വെച്ചാലോ. ബിക്കോസ് ബീച്ചിലാണ് പോകുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ബീച്ചിൽ വലിയ തിരകളൊന്നുമില്ല. ഞാൻ പോയ ബീച്ചിലൊന്നും വലിയ തിരയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് അത്യാവശ്യം കാലൊക്കെ നനയ്ക്കാൻ പറ്റിയ ഒരു രീതിയിലായിരുന്നു. അപ്പോഴെങ്ങാനും ഡ്രസ്സ് നനഞ്ഞാലോ അധിക ചിന്തയാണോ എന്ന് തോന്നുന്നു. അപ്പോൾ എടുക്കണ്ടെന്നു ഉദ്ദേശിച്ച പോലെ തന്നെ ഒരു ഡ്രസ്സ് എടുത്തോ എന്നാണ് പറയുന്നത്. ആൻഡ് ഈ വീഡിയോ എൻ്റെ വാപ്പി കാണുന്നുണ്ടെങ്കിൽ അവരത് പറഞ്ഞിട്ടല്ല നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ പറയാം ഓക്കെ ബീച്ചിൽ പോവുകയാണ് 10 മണിക്കെന്ന് പറഞ്ഞാൽ അപ്പോൾ പറയും ബീച്ചിലോ 10 മണിക്ക് എന്താ പൊന്നുമുത്തേ നീ എന്താ കാണിക്കുന്നത് പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിച്ച് നമ്മൾ തിരിച്ച് വരുന്നവരെ ടെൻഷനായിരിക്കും. എന്നിട്ട് പറയും വെള്ളത്തിൽ ഇറങ്ങല്ലേ, വെള്ളത്തിൽ തൊടല്ലേ, നിനക്ക് വെള്ളം കണ്ടാൽ ഭയങ്കര പ്രാന്ത, അങ്ങോട്ട് പോകരുത്, ഇങ്ങനെയൊക്കെ പറയും. സോ നമ്മൾ വന്നിട്ട് പറയാം നമ്മൾ പോയായിരുന്നു. ഓക്കെ, അത് മാത്രമല്ല എന്നിട്ട് ഒരു ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് വെള്ളത്തിൽ പോകാനൊരു ചാൻസ് കിട്ടിയാൽ നമുക്ക് വെള്ളത്തിൽ കയറാം, അല്ല വെള്ളത്തിൽ ഇറങ്ങാം. ഓക്കെ അപ്പം നമ്മൾ ബാഗിൽ പാക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ആർ ഓൾ സെറ്റ് ആൻഡ് ടൈം ഈസ് 10. ഞാൻ വന്നിട്ട് പറയാമെന്നാണ് വിചാരിച്ചത്, പക്ഷെ എന്തോ പറയാതെ പോകാനൊരു വിഷമം എന്തോ പോലെ. അപ്പം ഞാൻ എന്തോ ചെയ്തു, നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു ഗൈസ് ഞങ്ങൾ ബീച്ചിൽ പോവാണെന്ന്. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. റിപ്ലൈ എന്തെങ്കിലും വരികയാണെങ്കിൽ ഞാൻ പറയാം. ആൻഡ് ബൈ ദ വേ ബാക്കിൽ കിടക്കുന്ന ആ ഡ്രസ്സിൻ്റെ കൂട്ടം നിങ്ങൾ നോക്കരുത്. കാരണം എത്ര വട്ടം ഞാനത് ക്ലിയർ ചെയ്താലും വീണ്ടും അവിടെ തന്നെ അതങ്ങനെ കൂടും. ബിക്കോസ് നമുക്ക് വേറെ ഒരു ചെയർ ഇല്ലാത്തതുകൊണ്ട് അതിലേക്കാണ് എല്ലാം കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. നമ്മൾ പോകുന്നു. ആടെ താഴെ വന്നിട്ടുണ്ട്. ആൻഡ് ബൈ ദ വേ ഇത് കെട്ടിയുണ്ട്, വാച്ച് ഉണ്ട്, ബന്ധാന ഉണ്ട്, ഞാനുണ്ട്. ബാക്കിയെല്ലാം കടമെടുത്തതാണ്. അപ്പം നമ്മൾ അന്തസ്സായിട്ട് മറീന മാറ്റിയിട്ടുണ്ട്. കാരണം ഇവിടുന്ന് 1 hour ഉണ്ട്. എനിക്ക് 1 മണിക്കൂറൊന്നും ഇരിക്കാൻ വയ്യ. 30 മിനിറ്റിൽ ഏത് ബീച്ചാ? അൽഹീറ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹായ് പറഞ്ഞു. അപ്പോൾ അൽഹീറ ബീച്ച്. അപ്പോൾ ആൾക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞു. എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ നിയർ ബൈ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബർഗർ ഓർഡർ ചെയ്തു വിത്ത് അവക്കാഡോ ജ്യൂസ്. അപ്പോൾ അവക്കാഡോ വിത്തൗട്ട് ഷുഗറാണ് ആൾ ഓർഡർ ചെയ്തത്. അപ്പോഴേക്കും ഞാൻ പറഞ്ഞത് ഞാൻ ഒരു വട്ടം പോയി പെട്ടുപോയതാണ് വിത്തൗട്ട് ഷുഗറിൽ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഹണി ഇടിപ്പിച്ചു. ഫസ്റ്റ് നമ്മൾ മറീനയിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1 hour ഉള്ളതുകൊണ്ട് എനിക്ക് 1 hour ഒന്നും യാത്ര ചെയ്യാൻ വയ്യ. സെക്കൻഡ് നമ്മൾ ഏത് ബീച്ചാ? അൽഹീറ ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരാൾ ഫുഡ് കഴിക്കുന്ന വരെ ആൾക്ക് അൽഹീറ ബീച്ചിൽ പോകണം എന്നായിരുന്നു. കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങി കാറിൽ ഇരുന്നപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാം, പോയി സിനിമ കാണാം, അവിടോട്ട് ഭയങ്കര ആളാണ് പേരാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു യാത്ര ഒരുങ്ങിക്കെട്ടി വന്നല്ലേ, എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണ്ട, ഞാൻ ഇതിൽ ഇൻട്രോ എടുത്ത്. അപ്പോൾ പെട്ടെന്ന് ഒരു ഐഡിയ പറഞ്ഞു, വേറെ ഏതോ ബീച്ച് റിസോർട്ട് എന്തോ ഉണ്ട് നിയർ ബൈ ഷാർജയിൽ തന്നെ. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്നായി. സോ
ഇതാ പറഞ്ഞ ചക്കിക്കൊത്ത ചങ്കരൻ. ഞങ്ങൾ നേരത്തെ ഇത് തന്നെ ഓരോരുത്ത് പറയും, എന്നിട്ട് വേറെ അടുത്ത് പോയി കിടക്കും, എന്നിട്ട് തെറി കിട്ടിയിട്ട് തിരിച്ചു വരും. അപ്പോൾ നമ്മളിപ്പോൾ സഹാറ ബീച്ച് റിസോർട്ടിലേക്കാണ് പോകുന്നത്. വിൽ ബി സ്റ്റേയിങ് ദെയർ ഫോർ നൈറ്റ്. പിന്നെ എന്താ രാവിലെ വരാം, ഒരു 12 PM വരാം എന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ വീട്ടിൽ ഇടുന്ന ഡ്രസ്സൊന്നുമില്ല. അത് പോകുന്ന വഴി വല്ല ഡേ ടു ഡേയിലെങ്ങാനും കയറിയാലോ എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സീ. അങ്ങനെ നമ്മളൊരു 11:30-40 ഒക്കെ ആയപ്പോൾ സഹാറ ബീച്ച് റിസോർട്ടിലെത്തി. ഇത് ഷാർജയിൽ തന്നെയാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്നിടത്തു നിന്ന് ആക്ച്വലി പറഞ്ഞാൽ ഒരു 15 or 20 minutes മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളവിടെ പോയപ്പോൾ തന്നെ നല്ല ഒരു ഭയങ്കര കാമായിട്ടൊരു പാലസ് വൈബായിരുന്നു അതിൻ്റെ ഒരു ഇൻറ്റീരിയേഴ്സൊക്കെ. അങ്ങനെ നമ്മൾ ഓൾറെഡി ആപ്പിൽ booking.com നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ റൂം അവൈലബിൾ ആണ്, അതുപോലെ അതിലൊരു ചാർജ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് നമ്മൾ ചോദിച്ചപ്പോൾ ഈ booking.com ആപ്പിനേക്കാൾ എന്താണ് പ്രൈസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ ആപ്പിൽ നോക്കിയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു യെസ്, ആപ്പിൽ എപ്പോഴും കുറച്ച് ഇതായിട്ടായിരിക്കും, റേറ്റ് കുറവായിരിക്കും വന്നത്, യു ക്യാൻ ബുക്ക് ത്രൂ ദാറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ booking.com വഴി തന്നെ ബുക്ക് ചെയ്തു. ആൻഡ് കയറി വരുമ്പോഴൊക്കെ നല്ലൊരു എസ്തെറ്റിക് വൈബ്സ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ വന്നു, റൂമിൽ ചെക്ക് ഇൻ ചെയ്തു. വെൽക്കം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. ഒരു TV ഉണ്ട്, ഒരു ലൈറ്റ് ഉണ്ട്, ഒരു മിറർ ഉണ്ട്, ഇവിടെ ഒരു മിറർ ഉണ്ട്, കുറച്ച് കോഫി പൗഡർ, ഷുഗർ, വാഷ്റൂം ഇതൊക്കെ. സംഭവം ഹിയർ ചെരുപ്പുണ്ട്, ഒരു ലോക്കറുണ്ട്. വാഷ്റൂം. ബാത്ത് ടബ് കൊള്ളാലോ. ഇവിടെ ബാത്ത് ജെല്ലുണ്ട്, ഷാംപൂ, ബോഡി ലോഷൻ, ഷേവിംഗ് കിറ്റ്, വാനിറ്റി കിറ്റ്, സാനിറ്ററി ബാഗ്. ഇപ്പോൾ ഇരുട്ടാണ്, പക്ഷെ നല്ല ദാറ്റ് ഈസ് എ ബീച്ച്. അൺഎക്സ്പെക്റ്റഡിൻ്റെ അങ്ങേയറ്റത്തെ അൺഎക്സ്പെക്റ്റഡിലാണ് നമ്മളിപ്പോൾ ഈ റൂമിലിരിക്കുന്നത്. ഇതുവരെ നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഇതിലുണ്ടാവാറുണ്ട് ഓരോ ട്രിപ്പ് വരുമ്പോൾ. ഇത് പക്ഷേ ഈവൻ വീട്ടിലിടാനുള്ളൊരു ഡ്രസ്സ് പോലും ഞങ്ങളുടെ കയ്യിൽ, ഐ മീൻ റൂമിലിടാനൊരു ഡ്രസ്സ് പോലും എടുത്തിട്ടില്ല, ഇട്ടേക്കുന്ന മാത്രം. പിന്നെ ഞാൻ മേ ബി ബീച്ചിൽ ഇറങ്ങുമ്പോൾ തിരിച്ച് കയറി വരാമെന്ന് പറഞ്ഞൊരു ലോങ് മാക്സി ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പിന്നെ നാളെ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇടാമെന്ന് മാത്രം. വേറെ വി ഹാവ് നത്തിങ്. ആ ഒരു കുഞ്ഞ് ബാഗും മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ആ ബാഗിൽ ഒരു ലിപ്സ്റ്റിക്ക് കിടപ്പുണ്ട്, അത് മാത്രം. ആൻഡ് ദ റൂം ഇസ് സോ എസ്തറ്റിക്. കൊണ്ടുവന്നായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ വീഡിയോസ് എടുക്കാമായിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യും. ഇവിടെ മസാജ് അവൈലബിൾ ആണ് ഫോർ വുമൻ, ഫോർ ലേഡീസ് ഓൺലി. പക്ഷെ അതിനെ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണം. അതിൻ്റെ ഇതിവിടെ വെച്ചിട്ടുണ്ട്. അരോമ തെറാപ്പി മസാജിന് 60 minutes 149, 90 minutes 199, ഹോട്ട് സ്റ്റോൺ മസാജ്, ചെയർ മസാജ്, ഷിറ്റ്സു മസാജ് അതെനിക്കറിയാൻ വയ്യ, മൊറോക്കൻ ബാത്ത് വിത്ത് അരോമ മസാജ്, ബോഡി സ്ക്രബ് ആൻഡ് അരോമ മസാജ്, അങ്ങനെ ഡിഫറെൻറ്റ്. ആൻഡ് പിന്നെ നമ്മളിത് ആക്ച്വലി booking.com നോക്കിയിട്ടാണ് വന്നത്. എന്നിട്ട് ഇവിടെ ഡയറക്റ്റ് ബുക്ക് ചെയ്യാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അങ്ങനെ വന്നപ്പോൾ അപ്പോൾ booking.com ഒരു എമൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കി വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഇവിടെ വന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ റേറ്റ് ചോദിച്ചപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ഒരു 100 dirhams കൂടുതലാണ് ഇവിടുത്തെ ഡയറക്റ്റ് ബുക്കിംഗ്. അപ്പോൾ നമ്മൾ ചോദിച്ചു, അപ്പോൾ നമ്മൾ പറഞ്ഞു booking.com ഇതുപോലത്തെ ആപ്പിൽ കുറവാണ്. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ അതങ്ങനെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ആപ്പിലാണ് ബുക്ക് ചെയ്തത്. ഡയറക്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ 100 dirhams എക്സ്ട്രാ കൂടുതലായിരുന്നു. സോ അപ്പോൾ നിങ്ങളിനി സ്റ്റേക്കേഷന് പോകുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആപ്പ് വഴി ബുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. നമ്മൾ ലൈക്ക് ഇട്ടിട്ട് വന്ന ഡ്രസ്സൊക്കെ ഇട്ട് തന്നെ അങ്ങ് കിടന്നു. ഡേ ടു ഡേയിലൊന്നും കയറാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ദ നെക്സ്റ്റ് പ്രോബ്ലം ഈസ് നമ്മുടെ കയ്യിൽ ബ്രഷോ പേസ്റ്റോ ഒന്നുമില്ല. ഇവിടെ A to Z ഐറ്റംസ്, സോപ്പ്, ഷാമ്പു എല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ബ്രഷും പേസ്റ്റും അവർ വെച്ചിട്ടില്ല.
നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നുകൊണ്ട് തന്നെ ബ്രഷോ പേസ്റ്റോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു, ഇവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്രഷ് ചെയ്തു. ഇനിയിപ്പം താഴെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ബീച്ചിൽ പോകാം. ഇവർക്കൊരു പ്രൈവറ്റ് ആക്സസ് ഉണ്ടെന്നാണ് പറഞ്ഞത് ബീച്ചിലേക്ക്. ഇപ്പോൾ 8 മണിയായി, ഓൾറെഡി ചെറിയ വെയിൽ വന്നിട്ടുണ്ട്. ബട്ട് നമ്മൾ ആക്ച്വലി ഫുഡ് കഴിക്കാൻ പുറത്തു പോവാണ്. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ നമ്മുടെ ഇൻക്ലൂഡഡ് അല്ലായിരുന്നു. ആൻഡ് നമ്മൾ പോയി നോക്കിയപ്പോൾ പെർ പേഴ്സൺ 50 ദിർഹംസ് ആണ്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നഗറ്റ്സ്, വാഫിൾസ് ഒക്കെ വേർത്തും അല്ല, എല്ലാം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റൂല, വാഫിൾസ്, നഗറ്റ്സ് ഒക്കെ. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശക്കുന്നു. ഇന്നലെ നൈറ്റ് ഒന്നും കഴിക്കാതെ ഞാൻ കിടന്നത്. അപ്പം നമ്മൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് വന്ന് ബീച്ചിൽ പോകാമെന്ന് വിചാരിച്ചു. സോ നിയർ ബൈ ശരവണ ഭവനോ അങ്ങനത്തെ ഉണ്ടെന്ന് തോന്നുന്നു, നോക്കാം. അങ്ങനെ നമ്മൾ മാപ്പ് ഇട്ടിട്ട് ശരവണ ഭവനിൽ വന്നു. ഏകദേശം ഒരു 8 മിനിറ്റ്സ് ഒങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ റിസോർട്ടിൽ നിന്ന്. അപ്പോൾ ഒരു മസാല ദോശ ഓർഡർ ചെയ്തു. ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത് വിത്ത് എ കോഫി. അപ്പം ഞാൻ പറഞ്ഞ പോലെ നല്ല വിശപ്പുണ്ടായിരുന്നു. അത്യാവശ്യം ഒരു ഡീസൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ശരവണ ഭവൻ ഓൾവേസ് അവരുടെ ഒരു ഇത് കീപ്പ് ചെയ്യുമല്ലോ. അങ്ങനെ നമ്മൾ കഴിച്ച് കോഫിയും കുടിച്ചിട്ട് അവിടെ നിന്ന് വന്നിട്ട് തിരിച്ച് നമ്മൾ പൂൾ ആൻഡ് അവരുടെ പ്രൈവറ്റ് ആക്സസ് ഉള്ള ബീച്ച് ആക്സസ് ഉള്ള ഏരിയയിലേക്കാണ് പോയത്. ആൻഡ് ഒരു കാര്യം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അതായത് പൂൾ ഇൻഡോറിലാണ്, വിച്ച് മീൻസ് നമുക്ക് ഈ ഒരു ചൂടത്ത് കിടക്കാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസാണ് അവർ പൂള് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ വിചാരിച്ചു ഭയങ്കര ചൂടായിരിക്കും, കാരണം ഓൾറെഡി ഒരു 8:30 ഒക്കെ ആയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് 8:30-9 മണിയായി. അപ്പോഴത്തേക്ക് പിന്നത്തെ വെയിൽ അറിയാമല്ലോ, ഇവിടെ 42, 43, അതും രാവിലെ തന്നെ തുടങ്ങുന്ന ഒരു വെയിലാണ്. ടിൽ ഒരു 6 വരെ അതേ വെയിലുണ്ടാവും, പിന്നെ ചൂടുണ്ടാവും അങ്ങനെ. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയേണ്ട ഒരു പാർട്ടി സ്വിമ്മിംഗ് പൂളാണ്. നല്ല തണുപ്പാണ്, അതുമല്ല പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് എത്ര നേരം വേണമെങ്കിലും അതിൽ കിടക്കാം. നമുക്ക് ചെക്കൗട്ട് ചെയ്യുന്ന ആ ഒരു ടൈം വരെ കിടക്കാം, വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ആൻഡ് ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ കുറച്ച് ആഴക്കുറവ്, ബാക്കിയുള്ള സൈഡിലൊക്കെ നല്ല ആഴക്കൂടുതലാണ്. പിന്നെ മറ്റേ റിങ്ങൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ബീച്ചിലേക്കൊന്ന് വന്ന് നോക്കി കുറച്ച് നേരം ബീച്ചിലൊന്ന് കാലൊക്കെ ഇട്ടിരുന്നതിന് ശേഷം നമ്മൾ തിരിച്ചു വന്ന് പൂളിലേക്ക് കയറിയായിരുന്നു. ടാൻ അടിച്ചത് നോക്ക്. നമ്മൾ തിരിച്ച് റൂമിലെത്തി. 2 മണിക്കാണ് നമ്മുടെ ചെക്ക് ഔട്ട് ടൈം. ഇനി കുളിച്ചിട്ട് കുറച്ചേരം ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യാനുള്ള ടൈമാവും. ദാറ്റ്സ് എ ഗൈസ്. ഇത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് അതിന് പുറത്തിടാൻ കൊണ്ടുവന്നൊരു ഡ്രസ്സാണ്. ഇപ്പം ഞാൻ അതിട്ടുകൊണ്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ ടൈമായി. ആൻഡ് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുന്നു. ഭയങ്കര ക്ഷീണമുണ്ട്, കാരണം വെയിൽ അത്യാവശ്യം കൊണ്ട് ബീച്ചിലും അതുപോലെ പൂളിലും കളിച്ചിട്ടുണ്ട്. അപ്പോൾ പോയി കിടന്ന് ഉറങ്ങണം. So that's it. I hope you guys like this very unexpected staycation vlog. നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന ഒരു സ്റ്റേക്കേഷനാണ്. ആൻഡ് ദിസ് പ്ലേസ് ഇസ് നൈസ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ടില്ല, അല്ലാതെ സ്റ്റേ ഓക്കെയാണ്. ആൻഡ് ഇപ്പോൾ സമ്മറിലാണെങ്കിൽ ദ തിങ് ഈസ് കുറച്ച് റേറ്റ് കുറവുണ്ട്. അത് മാത്രമല്ല പൂള് ഇൻഡോറിലാണ് വരുന്നത്. അപ്പോൾ വെയിൽ കൊള്ളണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൂളിൽ എത്ര നേരം വേണമെങ്കിലും കിടക്കാം, വലിയ ചൂടോ വെയിലോ ഒന്നുമില്ല. So that's it, and I'll be sharing the location on the description. So that's it. I hope you like this vlog, and if you like this vlog, please don't forget to like, share, comment and subscribe. See you in my next video. Bye bye.